എന്താടോ റിയാസെ ബേപ്പൂരിൽ താൻ ചെയ്തത്? 5 വർഷം മന്ത്രിയായിരിക്കുമ്പോ തനിക്ക് നിന്റെ ആഴം കൂട്ടാനുള്ള നടപടികളൊന്നും എടുത്തുകൂടായിരുന്നു? താൻ കുറെ പാലത്തിന് പെയിന്റ് അടിച്ച് അല്ലേ? അതല്ല ആപ്പാട് ചെയ്തത്. കുറെ പാലത്തിന് പെയിന്റ് അടിച്ച്, കുറെ റെസ്റ്റ് ഹൗസ് 4.5 കോടി കൊണ്ട് അത് ഒന്ന് മിനുക്കി, തനിക്ക് അവിടെ അന്തി ഉറങ്ങാൻ, തനിക്ക് അർമാദിക്കാൻ അല്ലേ? തന്നില്ലേ അതിന്റെ പ്രതിഫലം തന്നില്ലേ? കഴിഞ്ഞ പ്രാവശ്യം 28,000 പ്ലസ് വോട്ടിന് ആയിരുന്നു തന്നെ നിയമസഭയിലേക്ക് എത്തിച്ചത് അല്ലെ? തന്റെ തോന്നിയാസം കൊണ്ട് അത് എത്രയായി ചുരുങ്ങി? 7,000 ചുരുങ്ങി. ഉളുപ്പില്ലേ തനിക്കുന്നു? ഉളുപ്പില്ലേ? എന്നിട്ട് വന്നിരുന്നു കണ്ട് പറയാണ് അതിന്റെ എന്താ പറയാ, ബേപ്പൂർ തുറമുഖത്തിന്റെ ആഴം കൂട്ടുന്ന പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ പ്രവൃത്തി തുടങ്ങിയിട്ടുകൂടിയില്ലാന്നേ. ഇവനായതുകൊണ്ട് മാത്രം അല്ലാഞ്ഞാൽ ബേപ്പൂരിന്റെ മുഖച്ഛായ ആകെ മാറുമായിരുന്നു. പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ട് ലഭിക്കുന്നതോടെ അടിത്തട്ടിലെ പാറ പൊട്ടിച്ചുള്ള ഡ്രഡ്ജിങ് തുടങ്ങാനാവുമോ? പറയാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയണോ? അടിത്തട്ടിലെ പാറ പൊട്ടിച്ചുള്ള ഡ്രഡ്ജിങ് വേണം, അതിന് അനുമതി വേണം. ഈ അനുമതിക്കൊക്കെ താൻ ശ്രമിക്കണം. അതിനാണ് മന്ത്രിയാക്കിയത്, അല്ലാതെ പെയിന്റ് അടിച്ച് കമ്മീഷൻ വാങ്ങാനല്ല കേട്ടോ. തുറമുഖം പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ വികസിപ്പിക്കുന്നതിന്